എൻ്റെ ടൗൺ എന്തിടാ ചേർക്കണം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓണാണോ? ദേവതാവ് മാത്രം പറട്ടെ. മതിനായ റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ബഹുമാനപ്പെട്ട റമ്പാച്ചൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മിത്രാസനത്തിൻ്റെ ശതോത്തര സുവർണ ജൂബിലി പ്രമാണിച്ച് നാം പല പദ്ധതികൾ രൂപീകരിച്ച ഒന്നാണ് പഠന ക്ലാസ്സുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസ പഠന ക്ലാസ്സും. അതാണ് താപോർ പ്രഭാഷണ പരമ്പര എന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേദപുസ്തക പഠന ക്ലാസ്സുകളാണ് അടുത്തത്. നമ്മുടെ വിശ്വാസികളൊക്കെ ഇഷ്ടംപോലെ ജോലിയൊക്കെ ഉള്ളവരായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പങ്കുചേരട്ടെ എന്ന് വിചാരിച്ച് സമയമൊക്കെ മാറ്റി ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ എല്ലാത്തിനും പങ്കെടുക്കുന്നവരും ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ ജോലിയും ഉണ്ടെങ്കിലും ആ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിൽ വന്ന് പങ്കെടുക്കുന്നവരും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. താപോർ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യാനായിട്ട് റമ്പാച്ചൻ എന്നോട് പറഞ്ഞു. പക്ഷേ റമ്പാച്ചൻ്റെ പ്രാർത്ഥന കൊണ്ടാണോ എൻ്റെ പ്രാർത്ഥന കൊണ്ടോ എന്ന് അറിയാൻ മേല ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല. പരമ്പര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അതുകൊണ്ട് റമ്പാച്ചൻ തന്നെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നടത്തുകയാണ് ചെയ്യുന്നത്. ജോസഫ് റമ്പാച്ചനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് നടത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ വേദപുസ്തക പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് പെട്ടെന്ന് പനി പിടിച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞതാണ്. നല്ലപോലെ പനിയായി. ഇന്നലെ ഇന്നുമൊക്കെ പനിയുണ്ട്. അതിന് ഒരു പ്രിക്കോഷന് വേണ്ടി ഒരു കർച്ചീഫ് എടുത്ത് കൈവച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ചീറ്റിലൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഇന്നൊരു വാശിയുടെ പുറത്ത് കഴിഞ്ഞ് വന്നതാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ റമ്പാച്ചൻ മാത്രം ഉദ്ഘാടനം ചെയ്യേണ്ട, ഞാനും ഒന്ന് ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇനി വന്നതാണ്. പിന്നെ അടുത്ത ഒരു വിഷയം എന്നോട് പറയാം, വേദപുസ്തകത്തിലെ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനമൊക്കെ പറയണമെന്നാണ് പറഞ്ഞത്. ഞാനതൊക്കെ സമ്മതിച്ച്. വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് അറിയാവുന്ന എത്രയോ പേരുണ്ട്, അതിനകത്ത് കണ്ടന്റ് അറിയാവുന്ന എത്രയോ പേരുണ്ട്. എൻ്റെ വിഷയം വിശുദ്ധ വേദപുസ്തകം അല്ല, വേറെയാണ് എൻ്റെ വിഷയം. റമ്പാച്ച ഇങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ ഞാനെന്ത് ചെയ്യാനൊന്നും. ഞാൻ പറഞ്ഞത് പറയുന്നത് തെറ്റാണെങ്കിലും അറിയാൻ മേലെങ്കിലും ഞാനൊന്ന് പറഞ്ഞേക്കാം എന്ന് റമ്പാച്ചനോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ വന്നത്. എനിക്ക് തോന്നുന്നു അതെങ്ങാണ്ട് റമ്പാച്ചൻ പറഞ്ഞതല്ല കാരണം. അതെങ്ങാണ്ട് നമ്മുടെ വിശ്വാസികൾ മനസ്സിലാക്കി എന്നാൽ ക്ലാസ്സിൽ പോട്ടാന്ന് വിചാരിച്ചാണ്. അങ്ങനെയാണ് ഈ നമ്പർ കുറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കിട്ടിയ അവസരം പാഴാക്കാതെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുകയും അതിൻ്റെ മർമ്മങ്ങളെ കുറച്ചെങ്കിലും ഒന്ന് ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ഇവിടെ ടീച്ചറും സ്റ്റുഡൻറ്റും ഒന്നുമില്ല, നമ്മളെല്ലാവരും പഠിച്ചെങ്കിലും ഒക്കെ ഉള്ളൂ. വേദപുസ്തകം അതിൻ്റെ നിങ്ങൾ ഒന്ന് ഒരു അസൈൻമെൻറ്റ് പോലെ ഞാൻ പറയുകയാണ്. നിങ്ങളൊരു അധ്യായം തന്നെ ഒരു പ്രാവശ്യം വായിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ആ അധ്യായം ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വായിച്ചപ്പോൾ കിട്ടിയ ഉൾവിളിയേക്കാൾ കൂടുതൽ ഉൾവിളി രണ്ടാമത് വായിക്കുമ്പം കിട്ടും. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും അധ്യായം എടുത്ത് വായിച്ചു നോക്കുമ്പം അതിനേക്കാൾ വലിയ ചില മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെട്ട് വരും. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരിക്കലും മരിക്കാത്ത വചനങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത്. വേദപുസ്തക വചനങ്ങൾ ഒരിക്കലും മരിക്കുകയല്ല, അതിന് ജീവൻ വെച്ച് ഇങ്ങനെ പോവുകയുള്ളൂ. വിശുദ്ധ ബൈബിളിലെ ഒരു വചനവും മരിക്കുകയല്ല, അത് കൃത്യമായ ജീവൻ വെച്ച് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഞാനൊക്കെ ഒരു മലയാളത്തിൽ പറയാം അലസൻ, കേട്ടിട്ടുണ്ടോ ആ വാക്ക്? ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന വാക്കാണ് അലസൻ.
അലസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലേസി എന്ന് പറയും, ലേസിനെസ്, അലസന. സത്യത്തിൽ ഈ വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ കയ്യിലൊരു ബുക്ക് കൂടെ എടുത്ത് വെക്കാമെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു നല്ല ദൈവിക രഹസ്യം നമ്മുടെ മനസ്സിലിങ്ങനെ വെളിപ്പെട്ട് വരുന്നത്. അത് അന്നേരം തന്നെ അന്ന് നോട്ട് ചെയ്ത് വെക്കാമെങ്കിൽ പിന്നെ അത് മറക്കത്തില്ല, അല്ലെങ്കിൽ പിന്നെ അതങ്ങ് കയ്യേന്ന് പോകും. നമ്മൾ ഈ അലസത കൊണ്ട് ഒരിക്കലും വേദപുസ്തകം വായിക്കുമ്പോഴൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. നമ്മളങ്ങ് വായിച്ചു പോകുമ്പോൾ അന്നേരം ശ്രദ്ധിച്ചാണ് വായിക്കുന്നെങ്കിൽ നമുക്ക് ചില ആശയങ്ങൾ, നല്ല ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുന്നവയെ നമ്മൾ പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് വിട്ടും പോകും. സാധാരണ സംഭവിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. പിന്നെ നമ്മുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ വേദപുസ്തക വായനയില്ല. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വിശുദ്ധ വേദപുസ്തക വായന എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. നമ്മൾ ഈ പ്രാർത്ഥനയോഗത്തിനൊക്കെ വായന എന്ന് പറയും. ഇവിടെയൊക്കെ എങ്ങനെ പറയുന്നത് എനിക്കറിയാൻ ഉണ്ടെന്ന്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. എവിടെ പോയി എന്ന് ചോദിച്ചാൽ അമ്മയുടെ പോയി എന്ന് വായനയ്ക്ക് പോയിരിക്കാന്ന് പറയും. വായനയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ വേദപുസ്തകം വായിക്കാൻ പോയതല്ല ഈ പറയുന്നത്. എന്തുവാ, ഒരു പൊതു പേരാണ്, പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഇട്ട് കൊടുക്കുന്ന പേരാണ് വായനയ്ക്ക് പോയി എന്നുള്ളത്. വായന സത്യത്തിൽ നോവലിനാണ് വായന എന്ന് പറയും. നോവൽ വായിക്കുന്നതിന് വായന എന്ന് പറയും, കഥ വായിക്കുക എന്ന് പറയും. വേദപുസ്തകം റെസിറ്റേഷനാണ്, ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് റീഡിങ് ബട്ട് റിസൈറ്റിങ്. അത് മലയാളത്തിൽ പറഞ്ഞാൽ പാരായണം ചെയ്യുക എന്ന് പറയും. വേദപുസ്തക പാരായണമാണ്. ദർ ഇസ് നോ റീഡിങ് അറ്റ് ഓൾ. വേദപുസ്തകം വായിക്കാൻ പാടില്ല. അതിനെ പാരായണം എങ്ങനെയാണ് നടത്തുന്നത്? പാരായണം നടത്തുമ്പോൾ വെറുതെ വായിച്ച് വിടുകയല്ല. അതിൻ്റെ വരികളിലൂടെ നമ്മുടെ വാ പോകുന്നതനുസരിച്ച് ഹൃദയവും പോകും, കൃത്യമായിട്ട് പോകും. തെറ്റി വായിച്ചു കഴിഞ്ഞാൽ കഥയും മാറും, ഇല്ലേ? നമ്മൾ ഈ ചില പഴയ കാലത്തൊക്കെ സിനിമയിൽ കണ്ടിട്ട് രാമനോ തോർത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു ഏതാണ്ടെണ്ണം ഉണ്ടല്ലോ. രാമനോ തോർത്തില്ല എന്നുള്ളതാണ് രാമനോ തോർത്തില്ല എന്ന് വായിച്ചത്, ഇല്ലേ? നമ്മുടെ പിന്നെ എന്തുവാ ഇതുണ്ടല്ലോ, നമ്മുടെ ബഹുസ പാടുമ്പോഴേ മാതാവിൻ്റെ ബഹുസ പാടുമ്പം ഭാഗ്യവതി മാറിയാമേ നിഴലായി മോശമണിഞ്ഞ പേട്ടിയതാൽ. ഏതോ ഈ പെട്ടിയാണോ പെട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാതെ നാം നല്ലൊരു ആംഗ്ലൊക്കെ ഉണ്ടാക്കി പാടിപ്പോവും. അതൊന്നും പാരായണമല്ല. പാരായണം എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി പോയിന്റ്, ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ ഫുൾ സ്റ്റോപ്പ്, കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ, ഇതെല്ലാം ചില അർത്ഥങ്ങൾ നൽകുന്നതാണ് വേദപുസ്തകത്തിൽ. നമ്മൾ ഈ സങ്കീർത്തനകത്ത് സേല എന്നൊരു പദമുണ്ടല്ലേ, ഉണ്ടോ? എന്തോ അത്? സേല എന്ന് പറഞ്ഞാൽ പോസ് ചെയ്യാനാണ് പറയുന്നത്. ഈ ജസ്റ്റ് സ്റ്റേ ദെയർ, ഒന്ന് കറങ്ങി വരാനാണ് പറയുന്നത്. സേല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വായിച്ചങ്ങ് പോവാണ്, അങ്ങനെ പോകരുത്. വായിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും തിരിച്ച് വരണം എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ഇനി മുതൽ വേദപുസ്തക പഠനം നടത്തുന്ന ഗ്രൂപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വേദപുസ്തക പഠനം നടത്തുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ റീഡിങ് പ്രോസസ്സ്. അതൊരു വായനയല്ല, പിന്നെ അതൊരു പാരായണമായിരിക്കണം, റെസിറ്റേഷൻ ആയിരിക്കണം. അതിനകത്ത് ഓരോ കുത്തിലെയും കോമായിലെയും എക്സ്ക്ലാമേഷൻ മാർക്കിലെയും ഹൈഫനിലെയും സെമി ഹൈഫനിലെയും സെമി കോളനിലെയൊക്കെ അർത്ഥതലങ്ങൾ എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കി മർമ്മങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് നമുക്കിടയാകണം. അതാണ് സത്യത്തിൽ വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായന എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പഠനം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റംബാച്ചൻ എന്നോട് പറഞ്ഞത്, ഏതെങ്കിലും ഒരു വേദപുസ്തക ബുക്കിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പുതിയ നിയമത്തിൽ ഏതെങ്കിലും മതിയോ എന്ന് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ചോദിച്ചു എന്നാൽ യോഹന്നാനാട്ടെ എന്ന് പറഞ്ഞു. ഞാനങ്ങ് സമ്മതിച്ചു. ഇതങ്ങനൊന്നും സമ്മതിക്കാൻ പറ്റുന്നൊരു വിഷയമൊന്നുമല്ല. ഞങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടുപോയി. കാരണം വിശുദ്ധ വേദപുസ്തകത്തിലെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ
ദൈവിക മർമ്മങ്ങൾ കൂടുതലുള്ള പുസ്തകമാണ് യോഹന്നാൻ്റെ പുസ്തകം. യോഹന്നാൻ്റെ സുവിശേഷമുണ്ട്, കൂടാതെ യോഹന്നാൻ്റെ ലേഖനങ്ങളുണ്ട്. യോഹന്നാൻ്റെ ലേഖനമാണ് പറയാൻ എന്നോട് പറഞ്ഞു, അതിനപ്പോൾ ചാപ്റ്റർ കുറവാണല്ലോ എന്ന് വിചാരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷമുണ്ട്, യോഹന്നാൻ്റെ ലേഖനങ്ങളുണ്ട്. അപ്പോൾ ഈ അതേസമയം മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 ഉണ്ട്. അത് ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വായിച്ചു പോകാം, പാരായണം ചെയ്യാം. എന്ന് പറഞ്ഞാൽ മത്തായി 1 എങ്ങനെയാണ് തുടങ്ങുന്നത്? മത്തായി 1 എങ്ങനെയാണ് തുടങ്ങുന്നത്? വംശാവലിയല്ലേ അല്ലേ? ആദിയിൽ സൃഷ്ടിച്ചു, അതിന് ഇന്നാൾ സൃഷ്ടിച്ചു, ഇങ്ങനെ അങ്ങോട്ട് വരികയാണ്. അതൊരു ഹിസ്റ്ററിയാണ്. നിന്റെ പേരെന്തുവാ, നിന്റെ അപ്പൻ്റെ പേരെന്തുവാ, നിന്റെ അപ്പനെന്നാ ജനിച്ചത് എന്നൊക്കെ ചോദിക്കത്തില്ലേ? അതേ രീതിയിൽ ലാഘവത്വം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഓരോ അധ്യായം വായിക്കുമ്പോഴും കർത്താവിൻ്റെ ജീവിത കഥകളാണ് പറയുന്നത്, സംഭവങ്ങളാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ യോഹന്നാനിലേക്ക് വരുമ്പോൾ കഥ മാറുകയാണ്. യോഹന്നാനിലേക്ക് വരുമ്പോൾ കഥ എന്തുവാ? ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ കേട്ടാൽ മനസ്സിലാവും ആദിയിൽ വചനമുണ്ടായിരുന്നു. രണ്ടാമത്തതും മൂന്നാമത്തതും വാക്യ പ്രശ്നം ഉണ്ടാക്കുന്നത്. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. പിന്നെ മൂന്നാമതാ പറയുന്നത് വചനം ദൈവമായിരുന്നു. അപ്പം ആകപ്പാടെ കുഴഞ്ഞു ഇല്ലേ? അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. നമുക്ക് മനസ്സിലാകാനായിട്ട് പ്രയാസമുള്ള ഒരു വിഷയമാണ് അത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും നമ്മുടെ മർത്തോരേ സമാജത്തിന് വേണ്ടി ഓരോ വർഷം ഓരോ ബുക്ക് എഴുതി കൊടുക്കണം. കൊണ്ടിരിക്കുന്ന മർത്തോരേക്കാർ എത്ര പേരുണ്ട് മർത്തോരത്തിലൊക്കെ പങ്കെടുക്കുന്നവരെന്ന് കൈ ഉയർത്തിക്ക്. സെക്രട്ടറി ഇവിടെ ഇരിക്കും. 2 പേരെ ആകെപ്പാടെ മർത്തോരത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്. മർത്തോരേ സമാജത്തിന് വേണ്ടി ഇത് നോമ്പല്ലയോ? ചെള്ളു വീഴുന്നുണ്ട്, അതാണ് നോമ്പല്ലേ? മർത്തോരേ സമാജത്തിന് വേണ്ടി ഞാൻ കഴിഞ്ഞ വർഷം ഇപ്പം അതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇപ്പം എൻ്റെ ജോലിയാണ് ഓരോ വർഷം ഓരോ ബുക്ക് എഴുതി കൊടുക്കാതെ. അപ്പോൾ ആദ്യത്തെ വർഷം അപ്പോസ്തല പ്രവൃത്തികളായിരുന്നു എഴുതി കൊടുത്തത്. രണ്ടാമത്തെ വർഷം എന്തുവായിരുന്നു? എബ്രായ ലേഖനം എഴുതി കൊടുത്തു. മൂന്നാമത്തെ വർഷം പിന്നെ കാതോലിക ലേഖനങ്ങളാണ് എഴുതി കൊടുത്തത്. കാതോലിക ലേഖനങ്ങൾ മൂന്നാമത്തെ വർഷം. നാലാമത്തെ വർഷം കഴിഞ്ഞ വർഷമായിരുന്നു രൂത്തും എസ്തേറും എഴുതി കൊടുത്തു. സ്ത്രീകളല്ലേ, 2 സ്ത്രീകളെ കൂടെ പഠിക്കാതെ വെച്ച് പഴയ ജീവിതത്തിൽ രൂത്തും എസ്തേറും എഴുതി കൊടുത്തു. ഇനിയിപ്പോൾ 5ാമത്തെ വർഷം എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾ ചോദ്യം തുടങ്ങിയിട്ടുണ്ട്, എപ്പോഴാണ് കിട്ടുന്നതെന്ന്. ബുക്ക് കിട്ടുന്ന ഇങ്ങനെ ചോദ്യം തുടങ്ങിയിട്ടുണ്ട്. അനുതാപ സങ്കീർത്തനങ്ങളാണ് ഇപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന വിഷയം. ഇവിടെ സങ്കീർത്തനങ്ങളിൽ എത്ര അനുതാപ സങ്കീർത്തനങ്ങളുണ്ട്? 7 അനുതാപ സങ്കീർത്തനങ്ങളുണ്ട്. ആ അനുതാപ സങ്കീർത്തനങ്ങളെ കുറിച്ചുള്ള വിവരണം എഴുതി കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ പണി എൻ്റെ സ്കെൽറ്റൻ ഉണ്ടാക്കിയതേ ഉള്ളൂ. ഉള്ളിലേക്ക് അങ്ങോട്ട് അധികം കയറിയില്ല. ഇവർക്ക് എങ്ങനെ പണി കൊടുക്കാമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇച്ചിരി കട്ടി കൂടി എഴുതണമല്ലോ, അപ്പോൾ അതനുസരിച്ച് ഉള്ള കണ്ടൻറ്റൊക്കെ തപ്പിയെടുക്കണം. ഇവരിനെ കാണുമ്പോഴൊക്കെ തിരുമേനി സിമ്പിളായിട്ടൊന്നും എഴുതരുതെന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. മർത്തോരേക്കാർ ഞങ്ങൾ മർത്തോരേക്കാരാണ്, സ്റ്റാൻഡേർഡ് ഉള്ളവരാണ്. അതുകൊണ്ട് ഇച്ചിരി തിയോളജിയൊക്കെ കയറ്റി എഴുതണം എന്നിങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ആവശ്യപ്പെടാറുള്ളതുകൊണ്ട് ഞാൻ അതനുസരിച്ചുള്ളത് മെറ്റീരിയലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം കൊടുത്ത ബുക്കാണ് ഈ ദൈവവിളിയും വിശ്വാസ സ്ഥിരതയും. ദൈവവിളിയും വിശ്വാസ സ്ഥിരതയും. ഈ ബുക്ക് ഇത് അവർ പബ്ലിഷ് ചെയ്ത ബുക്കാണ്. എഴുതിയത് ഞാനാണെങ്കിലും പബ്ലിഷ് ചെയ്തതാണ്. ഇതിൻ്റെ കോപ്പി മർത്തോരേക്കാരുടെ കാണുമായിരിക്കും. അങ്ങനെ വിൽക്കാൻ പുറത്തൊന്നും കൊടുക്കുന്നതല്ലെന്ന് തോന്നാണോ? മർത്തോരേത്തിന് ഓഫീസിൽ നിന്ന് സ്ത്രീജനങ്ങൾക്കായിട്ട് മാത്രം കൊടുക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ മർത്തോരത്തിൽ പോകുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരിത് തരും. ഇതിനകത്ത് നമ്മുടെ ഈ കാതോലിക ലേഖനങ്ങൾ ഏതൊക്കെയാണ്? കാതോലിക ലേഖനങ്ങൾ വേദപുസ്തകത്തിൽ 2 ടൈപ്പ് ലേഖനങ്ങളുണ്ട്, അതറിയാലല്ലേ? വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 2 ടൈപ്പ് ലേഖനങ്ങളുണ്ട്. ഏതൊക്കെയാ? ഹലോ പറഞ്ഞു?
ഏ ആ പൗലോസ് ലീഹയുടെ ലേഖനങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് പൊതുലേഖനങ്ങൾ, കാതോലിക ലേഖനം. കാതോലിക എന്ന് പറഞ്ഞാൽ അത് പൊതുവിൻ്റെയാണ്. പൊതുലേഖനങ്ങൾ എന്ന പേരിലുള്ള 7 ലേഖനങ്ങളുണ്ട്. ആ 7 ലേഖനങ്ങളെക്കുറിച്ച് ഉള്ള ചെറിയ വിവരണങ്ങളെല്ലാം ഞാൻ ഈ ബുക്കിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം, പത്രോസിൻ്റെ 2 ലേഖനങ്ങൾ, യോഹന്നാൻ്റെ 3 ലേഖനങ്ങൾ, യൂദ, പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 3 1 4 4 2 6 1 7 7 ലേഖനങ്ങൾ ചെറു വിവരണങ്ങൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മർത്തോരേക്കാരോട് ചോദിച്ചാൽ ഈ ബുക്കിനകത്ത് കിട്ടും. യോഹന്നാൻ മാത്രമല്ല, യാക്കോബും അതുപോലെ പത്രോസും യോഹന്നാനും യൂദായും കിട്ടും. ഇവരെല്ലാവരെയും നിങ്ങൾക്ക് ഈ പുസ്തകത്തിനകത്ത് കിട്ടും. ഞാൻ ഈ ബുക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നേ ഉള്ളൂ. ഇതൊന്നും വായിച്ചൊന്നും ഞാൻ പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെച്ച് പരിശോധിക്കാം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതങ്ങോട്ട് പരിശോധിക്കാൻ നമ്മുടെ സ്ത്രീകളെല്ലാം വന്ന് പിന്നെ എൻ്റെ തന്നെ സംശയങ്ങളായി, ഇരുപേര് തെറ്റെഴുതിയിരിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ ചില വിഷയങ്ങളുണ്ട്. കാരണം നമ്മുടെ സ്ത്രീജനങ്ങൾ ഭയങ്കര മിടുക്കരാണ്. അവർ ഈ ശരി കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുമ്പേ തെറ്റ് കണ്ടുപിടിക്കാൻ മിടുക്കരാണ്. ഭയങ്കരമായിട്ട് എവിടെയെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് എന്നോട് വന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നോക്കാൻ പോകണ്ട. ഈ ബുക്കിനകത്ത് ഉള്ള കണ്ടന്റ് പരിശോധിച്ചിട്ട് ഗുണകരമായ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ യോഹന്നാൻ്റെ ലേഖനങ്ങളാണ്. നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. യോഹന്നാൻ്റെ എത്ര ലേഖനങ്ങളുണ്ട്? 3 ലേഖനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. ആ 1 യോഹന്നാനിൽ എത്ര അധ്യായങ്ങളുണ്ട്? 1 യോഹന്നാനിൽ എത്ര അധ്യായങ്ങളുണ്ട്? 1 യോഹന്നാനിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് നോക്കാതെ പറ. 5 കൊള്ളാം. 2 യോഹന്നാനിലോ 1. 3 യോഹന്നാനിലോ 1 അരയേ ഉള്ളൂ, ചെറുതാ അല്ലേ? നമുക്ക് 1 കൂട്ടാം. അപ്പോൾ 5 1 6 1 7 ടോട്ടൽ 7 അധ്യായങ്ങളാണ് ഈ യോഹന്നാൻ്റെ 3 ലേഖനങ്ങളിലൂടെ ഉള്ളത്. അപ്പോൾ ഈ 7 അധ്യായങ്ങളെ ചെറുതെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 3 ചെറിയ ലേഖനങ്ങളാണ്. ഇത് വളരെ ക്ലിയറാണ്. യോഹന്നാൻ എന്ന് കേൾക്കുമ്പോൾ ഇത് ആരാണ് യോഹന്നാൻ എന്നുള്ളത് അറിയാലല്ലേ? 2 യോഹന്നാന്മാർ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ആരൊക്കെയാ? 2 പേരുണ്ട്. ഒന്ന് സ്നാപക യോഹന്നാനും മറ്റേത് അപ്പോസ്തലനായ യോഹന്നാനും. സ്നാപക യോഹന്നാൻ എന്തെങ്കിലും എഴുതിയതായിട്ട് നമുക്കറിയാൻ മേല. സ്നാപക യോഹന്നാനൊന്നും അങ്ങനെ കുമ്രാൻ ചുരുളുകളിൽ സ്നാപക യോഹന്നാനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കുമ്രാൻ ചുരുളുകളെന്ന് പറഞ്ഞൊരു ചുരുളുണ്ട്. അതായത് പഴയകാല യഹൂദ രേഖയാണ്. അത് ഈ കുമ്രാൻ സന്യാസിമാർ താമസിച്ചിടത്ത് ഗുഹയിൽ കണ്ടെത്തിയ ചില ചുരുളുകളാണ്. ആ ചുരുളിനകത്ത് സ്നാപക യോഹന്നാൻ്റെ കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നത്. എന്നാൽ അദ്ദേഹം എന്തെങ്കിലും എഴുതിയതായിട്ട് നമുക്കറിയാൻ മേല. ഒന്നും പറഞ്ഞായിട്ട് എനിക്കറിയാൻ മേല. എന്തെങ്കിലും എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെല്ലാം കാണുമെന്ന് എന്നോട് പറഞ്ഞ് ഞാൻ പരിശോധിച്ച് നോക്കാം. എന്നാൽ യോഹന്നാൻ എഴുതി. യോഹന്നാൻ്റെ പ്രത്യേകത എന്തുവാ വേദപുസ്തകത്തിൽ? ഏതാ നമ്മളിപ്പോൾ എഴുതിയ യോഹന്നാൻ്റെ കാര്യം പറഞ്ഞത്? യോഹന്നാനെ കുറിച്ച് വേദപുസ്തകത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ട് എന്തുവാ? ഏറ്റവും പ്രായം കുറഞ്ഞ ആള്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്തുവാ? ബിലവഡ് ഡിസൈപ്പിൾ. യോഹന്നാന്റെ ക്വാളിഫിക്കേഷൻ അതാണ്. ദ ബിലവഡ് ഡിസൈപ്പിൾ. പ്രായം കുറഞ്ഞത് രണ്ടാമത്തെ കാര്യമാണ്. ദ ബിലവഡ് ഡിസൈപ്പിൾ ഓഫ് അവർ ലോർഡ്. ഈ കർത്താവിന് പോലും ശിഷ്യന്മാരെല്ലാം തുല്യരാണെങ്കിലും അതിനകത്ത് ചിലർ എന്തുവാ കൂടുതൽ അടുത്തവരായിരുന്നു, കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളായിരുന്നു ആര്? യോഹന്നാൻ. ഇവിടെ യോഹന്നാൻ എന്ന് പേരുള്ളവരൊക്കെ ഇരിപ്പുണ്ടോ? യോഹന്നാൻ എന്ന് പേരുള്ളവരൊക്കെ ഉണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്കേ.
ആ, ഒരച്ഛനേ ഉള്ളൂ. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ യൂഹാനോനാകാം, ജോണാകാം, പിന്നെ ജൊഹാനാകാം. ഇവിടെ ജോഹന്നാമാരിപ്പുണ്ടോ? ഉണ്ടോ? ഞാൻ എന്തിനാ ഇത് പറയുന്നറിയാമോ? നമ്മുടെ ആ പേര് വലിയ ഗുണമുള്ള പേരാ. അതുകൊണ്ടാണ് വളരെ ഗുണമുള്ളൊരു പേരാണ്. കാരണം അത് കർത്താവിനോട് മാറിൽ ചാരി നിൽക്കാൻ പറ്റിയ ആളാണ്. ക്രിസ്തുവിൻ്റെ മാറിൽ ചാരി നിൽക്കുക. മാറിൽ ചാരി കിടക്കുന്ന ആളാണ് ആര്? യോഹന്നാൻ. ഗ്രേസ് ഓഫ് ഗോഡാണ് യോഹന്നാൻ. ദൈവകൃപയുടെ ആളാണ് യോഹന്നാന്. കൃപയുടെ മകനാണ്, ദൈവകൃപയുടെ മകനാണ്. ബിലവഡ് ഡിസൈപ്പിൾ. അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം ദ ഗോഡ് ഗീവൻ ഗ്രേസ്, ദൈവദാനം, ദൈവം നൽകിയ കൃപയാണ്. ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവം തന്ന സമ്മാനം. ഇതൊക്കെ ഈ വാക്കിൻ്റെ അർത്ഥം. പിന്നെ യോഹന്നാന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, നിഷ്കളങ്കൻ. നിഷ്കളങ്കനാണ്, പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ് യോഹന്നാൻ. പ്രാവ് എന്നൊരു പക്ഷിയുണ്ട് അല്ലേ? പക്ഷികളിൽ ഏറ്റവും പരിശുദ്ധരുടെ അടയാളമായിട്ട് കാണിക്കുന്നത് ഏതിനെയാണ്? പ്രാവിനെയാണ്. അപ്പോൾ യോഹന്നാൻ, യോന, ഇതിനെല്ലാം കൊടുക്കാവുന്ന ഒരു അർത്ഥമാണ് ഡവ്, പ്രാവ്, പക്ഷി. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബാറബ്രായ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പേര്? കേൾക്കണമല്ലോ, കാരണം നമ്മുടെ സഭയുടെ കാനോൻ രചിച്ചു തന്ന ആളാണ് ആര്? ബാറബ്രായ. ബാറബ്രായുടെ ഹൂദായ കാനോൻ കേട്ടിട്ടുണ്ടായിരിക്കും ആ വാക്ക്. ഒന്ന് ഇപ്പോൾ കേട്ടോ, കേട്ടിട്ടില്ലാത്തവർ. ഹൂദായ കാനോൻ. നമ്മുടെ ഈ ഭരണഘടനയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സഭയുടെ അത്യാവശ്യം വേണ്ട കാനോനിക കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കിക്കൊണ്ടിരുന്ന ഒരു ഗ്രന്ഥമാണ്, രേഖയാണ് ഹൂദായ കാനോൻ. ആ ഹൂദായ കാനോൻ്റെ രചയിതാവ് ബാറബ്രായാണ്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സുറിയാനി സഭാ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, അത് ജോണിനെ കുറിച്ചാണ്. ആ ബുക്ക്, ആ ബുക്കിലിട്ടിരിക്കുന്ന പേരാണ് ദ ബുക്ക് ഓഫ് ഡവ്, പ്രാവിൻ്റെ പുസ്തകം എന്നതിലിട്ടിരിക്കും. പ്രാവിൻ്റെ പുസ്തകം. നിങ്ങൾ പോയി വായിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ വേദപഠനം നടത്താൻ വന്നവരായതുകൊണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പ്രാവിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് ഡവ്. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ ഉള്ളതാണ്, മലയാളത്തിൽ വന്നത് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. ഇപ്പം ഒത്തിരി നാളായതൊക്കെ എവിടാന്നൊക്കെ തപ്പിയിട്ട് പലയിടത്തൊക്കെ ബുക്കുകൾ വെച്ചിരിക്കുന്നത് എവിടെ ഇരിക്കുന്ന ഒരു ഓർമ്മയൊന്നുമില്ല. കൈ കിട്ടിയ സമയത്ത് വായിച്ചിട്ട് വെച്ചതാണ്, പിന്നെ അതങ്ങോട്ട് തുറക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ആ ബുക്ക്, അങ്ങനെ ഒരു ബുക്കുണ്ട്, ബുക്ക് ഓഫ് ഡവ്, പ്രാവിൻ്റെ പുസ്തകം. പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്, നിഷ്കളങ്കതയുടെ അടയാളമാണ്. അത് യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടിയാണ്. അപ്പോൾ ദൈവകൃപയാണ്, ബിലവഡ് ഡിസൈപ്പിളാണ്, ദൈവദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. എന്ത് മനോഹരമായ അർത്ഥങ്ങളാണ്. അതുകൊണ്ട് ഇനി മക്കളൊക്കെ ഉണ്ടാകുമ്പോഴേ ആണാണെങ്കിൽ യോഹന്നാൻ എന്നിട്ട് കൊടുക്കണം, പെണ്ണാണെങ്കിൽ ജോഹന്ന എന്നിട്ട് കൊടുക്കണം കേട്ടോ, കുറയ്ക്കരുത്. ഈ പേരുകളൊക്കെ ഉയർന്നു നിൽക്കണം. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഷ്കളങ്കർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ വേണ്ടി. എല്ലാവരും നിഷ്കളങ്കരൊന്നും അല്ല കേട്ടോ, എന്നെപ്പോലുള്ളവരൊന്നും അങ്ങനല്ല. എന്നെ ഈ മത്തായി റബ്ബാസ് ഉൾപ്പെടെ ഉള്ളവരും ബില്ലാതെന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ബില്ലാദിനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ബില്ലാദിനെ അറിഞ്ഞൂടായിരുന്നു. ഇറാഖിലെ ടെററിസ്റ്റ് ഉണ്ടല്ലോ, കുവൈറ്റിലെ. അപ്പം സെമിനാരി ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് വാർഡനായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ പിന്നെ ആദ്യം ബില്ലാദിൻ്റെ പടം വന്നപ്പം പത്രത്തിൽ വന്നപ്പോൾ ഇന്ന് നമ്മുടെ പണിക്കരച്ചൻ്റെ പടം പത്രത്തിലുണ്ടെന്ന് പറഞ്ഞു. പണിക്കരച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരാണ്, പഴയ പേരാണ് എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ബില്ലാദിനെ കണ്ടിട്ട് ഞാനാണെന്ന് പറയണമെങ്കിൽ ഞാൻ നിഷ്കളങ്കനായിരിക്കത്തില്ലല്ലോ. അങ്ങനെ ഒരു വിഷയം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും നിഷ്കളങ്കരൊന്നും അല്ല. പേര് കിട്ടിയിട്ട് കാര്യമില്ല, പിന്നെന്താ, കിട്ടുന്ന പേരിനനുസരിച്ച് ജീവിച്ചു പോകണമെന്നുള്ളതാണ്. ഇനിയാവും ഈ 3 ലേഖനങ്ങളും ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിന് ഓതർഷിപ്പ് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാനിലാണ്. ഈ 3 ലേഖനങ്ങളും എഴുതിയത് സുവിശേഷകനായ അപ്പോസ്തലനായ യോഹന്നാനാണ് എന്നുള്ളതാണ് പരമ്പരാഗതമായി നമ്മൾ വിശ്വസിക്കുന്നത്. അതായത്
സുവിശേഷം എഴുതിയ യോഹന്നാൻ തന്നെയാണ് ഈ 3 ലേഖനങ്ങളും എഴുതിയത് എന്നുള്ളതാണ്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു ആര്? യോഹന്നാൻ. നമ്മുടെ കുറിച്ചി സെൻറ്റ് ജോൺസ് സെൻറ്റ് മേരീസ് പള്ളിയിൽ നിങ്ങൾ പോയാലേ അതിൻ്റെ മധുവായിക്കകത്തൊരു വട ഇരിപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കുറിച്ചി സെൻറ്റ് മേരീസ് ആരുടെ ഇരിപ്പുണ്ടോ? ഇല്ല, ആരും ഇല്ലല്ലേ. അതിൻ്റെ മധുവായിക്കകത്തൊരു വട ഇരിപ്പുണ്ട്. കാരണം സാധാരണ അങ്ങനെ ഒരു പള്ളിക്ക് പേരിടാറില്ല. സെൻറ്റ് മേരീസ് ആൻഡ് സെൻറ്റ് ജോൺ എന്ന് പറഞ്ഞിട്ട് പേരിടാറില്ല. സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു എക്സെപ്ഷനല്ല. അത് ഗീവർഗീസ് മാവ ഇട്ട് കൊടുത്ത പേരാ ആ പേര് ആ പള്ളിക്ക്. കാരണം കർത്താവ് കുരിശിൽ കടന്നുകൊണ്ട് യോഹന്നാനെ നോക്കിയിട്ട് ഇതാ അതിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. യോഹന്നാനെ നോക്കിയിട്ട് ഇതാ യോഹന്നാനോട് ഇതാ എൻ്റെ അമ്മയെന്നും അമ്മയോട് ഇതാ അതിൻ്റെ മകനെന്നും പറഞ്ഞു പരസ്പരം പരമേൽപ്പിച്ചു എന്ന ആ സത്യത്തെ മനസ്സിലാക്കി വലിയ ബാവ തിരുമേനി കുറിച്ചിപ്പള്ളിക്ക് ഇട്ടുകൊടുത്ത മനോഹരമായ ഒരു പേരാണ് ഈ സെൻറ്റ് മേരീസ് ആൻഡ് സെൻറ്റ് ജോൺസ് എന്ന പേര്. അപ്പോൾ അതുകൊണ്ട് മധുവായിക്കകത്ത് നമ്മൾ താഴെ മറ വലിച്ചു കഴിയുമ്പോൾ താഴെ നോക്കുമ്പോൾ മാതാവിൻ്റെയും യോഹന്നാൻ്റെയും ചിത്രം. സാധാരണ നമ്മുടെ പാമ്പാടി തേറാലും ഇവിടെയൊക്കെ ഉള്ളത് യോഹന്നാൻ മാബ്ദാനയാണ്. നിന്നെ പ്രസവിച്ച മറിയാവും നിന്നെ മാമൂസ മുഖ്യ യോഹന്നാൻ. നമ്മുടെ പാമ്പാടി കത്തീഡ്രലൊക്കെ ഉണ്ടാപ്പണം. നിന്നെ പ്രസവിച്ച മറിയാവും നിന്നെ മാമൂസ മുഖ്യ യോഹന്നാൻ. എന്നാൽ കുറിച്ചി പള്ളിയിലിരിക്കുന്നത് ആ പ്രസവിച്ച മറിയാവിൻ്റെയും പരമേൽപ്പിക്കപ്പെട്ട യോഹന്നാൻ്റെയുമാണ്. ഞാൻ പറയാൻ വന്നേ, ആ ചിത്രം നോക്കിയാൽ അറിയാം, ഒരു വീശ പോലും കീർത്തിട്ടില്ല. പണ്ട് ഞാൻ അച്ഛനായ സമയത്ത് എനിക്ക് മീശയൊന്നും ഇല്ലായിരുന്നു, ഒട്ടുമേ ഇല്ലായിരുന്നു. റംബാസിനൊക്കെ അറിയാമായിരിക്കും, ഞാൻ അച്ഛനായ സമയം ഒട്ടുമേ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ മേമീശ പോലും ഇല്ലായിരുന്നു. ഞാൻ അപ്പം പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ പെങ്ങന്മാരുടെ ഇത് ഐബ്രോ പെൻസിൽ മേടിച്ചിട്ട് ഇങ്ങനെ വരച്ചൊക്കെ പോയിട്ടുണ്ട് ഞാൻ. കാരണം അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു കറുപ്പ് ഇവിടെ കാണണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ വരച്ചൊക്കെ പോയിട്ടുള്ളതാണ്. പിന്നെ നേർച്ചയൊക്കെ നേർന്നാണ് ഞാൻ ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്തത്. ഈ യോഹന്നാന്മാർ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോടങ്ങ് ക്ലാസ്സിലിരുന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. ഈ യോഹന്നാന്മാരുടെ എല്ലാം മുഖം അങ്ങനെയാണ്, ഒരു മാലാഹയെ പോലെയാണ്. അവരുടെ മുഖത്തൊന്നും അധികം താടിയൊന്നും അധികം വരത്തില്ല. കള്ളത്തരമൊക്കെ വരുമ്പോഴാണ് താടിയൊക്കെ ഇതൊക്കെ കിളിച്ച് വരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ കുറിച്ചിപ്പള്ളിയിലെ ആ പടം നിങ്ങൾ പോയി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് യോഹന്നാൻ്റെ മനോഹരമായ ഒരു ചിത്രം അവിടെ ഉണ്ട്. നമ്മുടെ കൂരോപ്പട സെൻറ്റ് ജോൺസ് പള്ളിയിലും യോഹന്നാൻ്റെ ഉണ്ട്. പിന്നെ വേറൊരു സെൻറ്റ് ജോൺ ഉണ്ടല്ലോ നമുക്ക്. നമ്മുടെ മീനടം സെൻറ്റ് ജോൺസ് പള്ളിയിലും യോഹന്നാൻ്റെ ചിത്രമുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഞാൻ ഈ കുറിച്ചിയിൽ കണ്ടതിൻ്റെ അത്ര അങ്ങോട്ട് ഒത്തിട്ടില്ല. കുറിച്ചിയിലതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. നല്ല രീതിയിൽ നല്ല ചെള്ളയൊക്കെ ഉള്ള മീശയില്ലാത്ത ഒരു യുവാവായ യോഹന്നാൻ്റെ ചിത്രം അവിടെ ഉണ്ട്. അതെന്തിനാ പറഞ്ഞു വെച്ചാൽ കർത്താവ് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശ്ലീഹ ആയതുകൊണ്ട് കർത്താവ് ഒരു മോനെ പോലെ കണ്ട ഒരാളാണ്. അപ്പോൾ ആ ആളിൻ്റെ പേരിലാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ആളായതുകൊണ്ട് അദ്ദേഹം AD 100 വരെയെങ്കിലും ജീവിച്ചു കാണും. ശിഷ്യന്മാരിലെല്ലാവരെക്കുറിച്ചും പിന്നെ അവരുടെ മരണം എങ്ങനെയാണെന്നുള്ളത് വിവരിച്ചിട്ടുണ്ട്. എന്നാൽ യോഹന്നാനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് വിവരണം ഇല്ല. സ്വാഭാവികമാണെന്ന് നമ്മളങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം ബാക്കി സ്ത്രീയന്മാരുടെ എല്ലാ കാര്യത്തിൽ രക്തസാക്ഷികളായി മാറി. ഇദ്ദേഹം രക്തസാക്ഷി ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ മേല. ഏഷ്യാ മേനലായിരുന്നു പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം? പത്രോസ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? പത്രോസ് ഈ അടുത്തടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചില നുറുക്കി ചോദ്യങ്ങളൊക്കെ കർത്താവിനോട് ഇടുമായിരുന്നല്ലോ. കർത്താവ് ഇങ്ങനെ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ ഇത്രയും നാളിങ്ങനെ നടന്നു, ഇനി നിന്നെ കെട്ടി കൊണ്ടുപോകും എന്ന് പറഞ്ഞു. പത്രോസിന് ചെറിയ അടി കൊടുത്തതാണ് കർത്താവ്. നിന്നെ ഇങ്ങനെ കെട്ടിക്കൊണ്ടു പോകുമെന്നൊക്കെ പറഞ്ഞു. ഉടനെ ആ സമയത്താണ് യോഹന്നാൻ ഇങ്ങോട്ട് കയറി വരുന്നത്. യോഹന്നാൻ കയറി വരുന്നത് കണ്ടപ്പോൾ പത്രോസ് ഇവൻ്റെ കാര്യത്തിൽ എന്തുവാകും എന്ന് ഒരാകാംക്ഷാപൂർവ്വം ഒരു ചോദ്യം പത്രോസ് കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് തിരിച്ചു കൊടുക്കുന്നതിന് മറുപടി ഉണ്ട്.
അവന് ഞാൻ ലോകാവസാനത്ത് എത്തണമെന്ന് വിചാരിച്ചു നിനക്കെന്താണ്? നീ അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് നീ ഇടപെടണ്ട. നീ അവനെ അവസാനം വരെ നിലനിർത്തണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണെങ്കിൽ ഞാനത് ചെയ്യും. നീ എന്തിനാണ് അതിനെക്കുറിച്ച് കൂടുതൽ വ്യാകുലപ്പെടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു പാരമ്പര്യം വെച്ചുകൊണ്ട് യോഹന്നാൻ എന്തുവാ കർത്താവിനോടൊപ്പം പോയി എന്ന് പറയുന്ന ഒരു അപ്പോക്രിഫൽ ചിന്താഗതി കൂടി ഇവിടെ കിടപ്പുണ്ട്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് യോഹന്നാൻ മരണമില്ലാതെ പോയി എന്ന് പറയുന്ന ഒരു ചിന്ത കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഈ ലേഖനങ്ങൾ മൂന്നും എഴുതിയ സ്ഥലം എഫേസുസ് ആണ്. എഫേസുസ് കാരണം എഫേസുസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ തുർക്കിയില്ലേ, നമ്മുടെ ബാബാ തിരുമേനിയൊക്കെ ഇപ്പോൾ പോയല്ലോ, കൗൺസിൽ ഓഫ് നൈസിയയുടെ 1700-ാം വർഷം ആഘോഷിക്കാൻ പോയില്ലേ, ആ സ്ഥലമാണ്. അതിൻ്റെ അടുത്തൊക്കെയാണ് വരുന്നത്, ചുറ്റുവട്ടത്തിലുള്ള സ്ഥലമാണ്. അതായത് മോഡേൺ ഡേ തുർക്കിയാണ് ഈ എഫേസുസ് എന്ന് പറയുന്നത്. അവിടെ ഒരു സഭയും യോഹന്നാൻ്റെ പേരിലാണ് ഉള്ളത്. അവിടെ വെച്ചാണ് ഈ 3 ലേഖനങ്ങളും എഴുതിയത്. ഈ 3 ലേഖനങ്ങളും എഴുതിയത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം സഭയ്ക്കകത്ത് ഇന്റേണൽ ചലഞ്ചസ് ധാരാളം ഉണ്ടായി. സഭയ്ക്കകത്ത് ഇന്റേണലായിട്ട് നമുക്കറിയാലോ, നമ്മുടെയൊക്കെ സഭയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. പള്ളിയിൽ തന്നെ ഇല്ലയോ, ഇഷ്ടം പോലില്ലേ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകുമല്ലോ. എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം ആയി ചില വിഷയങ്ങൾ, ആഭ്യന്തര വിഷയങ്ങൾ മൂർച്ഛിച്ചു വന്നു എഫേസുസിലെ സഭയിൽ. അതുപോലെ രണ്ടാമത്തെ വിഷയം ഫോഴ്സ് ടീച്ചിങ് അബൌട്ട് ജീസസ്, കർത്താവിനെ കുറിച്ച് വേദവിരീതങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഇടവന്നു. പ്രത്യേകിച്ച് ഈ ഡോസറ്റിസവും കർത്താവ് ഉദ്ധാരണം ചെയ്തില്ല എന്നൊക്കെ ഉള്ളതായ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് യോഹന്നാന് ഈ ലേഖനങ്ങൾ എഴുതിയെന്നുള്ളതാണ് പറയുന്നത്. യോഹന്നാനെക്കുറിച്ച് യോഹന്നാൻ്റെ ഞാൻ ഇതുവരെ ഒരുപാട് ടൈറ്റിൽസ് പറഞ്ഞല്ലോ യോഹന്നാൻ്റെ ക്വാളിഫിക്കേഷൻ. പക്ഷെ യോഹന്നാന് വേറൊരു ടൈറ്റിൽ കൂടിയുണ്ട്, ദ തിയോളജിയൻ. സഭയുടെ ചരിത്രത്തിൽ 2 പേരെ മാത്രമേ ദ തിയോളജി എന്ന് വിളിക്കാറുണ്ട്. തിയോളജിയൻസ് ആർ ദെയർ ലോട്ട്സ് ഇല്ലേ, ഒരുപാട് തിയോളജിയൻസ് ഉണ്ട് സഭയിൽ, ദൈവശാസ്ത്രജ്ഞന്മാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ വിത്ത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ തിയോളജിയൻ എന്ന് പറയുന്നത് 2 പേരേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ ആൾ യോഹന്നാനാണ്. ദൈവശാസ്ത്രജ്ഞൻ, യഥാർത്ഥ ദൈവശാസ്ത്രജ്ഞൻ, അതിലൊന്നാമത്തെ ആളാണ് ആര്? യോഹന്നാൻ. രണ്ടാമത്തെ ആളുടെ പേര് നാസിയാൻസിലെ ഗ്രിഗോറിയോസ്. അത് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു പിതാവാണ്. നമ്മുടെ വിഷയം ചർച്ച് ഹിസ്റ്ററിയും മെട്രോളജി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ അവസരം വന്നപ്പോൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ദ തിയോളജിയൻ എന്ന് വിളിക്കുന്നത് സഭയുടെ ചരിത്രത്തിൽ 2 പേര് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ആള് യോഹന്നാൻ, സുവിശേഷവും ലേഖനങ്ങളും എഴുതിയ യോഹന്നാനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ മുഴുവനും സഭയുടെ അടിസ്ഥാന ദൈവശാസ്ത്രമാണ് ഉള്ളത്. ക്രിസ്തു ദൈവമാണെന്നും മനുഷ്യാവതാരം ചെയ്ത ദൈവമാണ് ക്രിസ്തു എന്നും വചനം ജഡം ധരിച്ചു എന്നൊക്കെയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതുപോലൊരു തിയോളജി പിന്നെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രമേ പിന്നോട് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാനെ ദ തിയോളജിയൻസ് എന്ന് വിളിക്കുന്നത്. ഈ 3 ലെറ്ററിലുള്ള 2-3 തീം പറഞ്ഞ് ഞാനങ്ങ് സമയം പോയോ? എത്ര മണിക്കാണ് നിങ്ങൾക്ക് പോട്ടെ? എന്നെ ആരാണ്ടൊക്കെ വിളിക്കുന്ന പോലെ എനിക്കൊരു തോന്നൽ വന്നു. അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നവരൊക്കെ ഉണ്ട് ഇതിനകത്തെ. വിളിക്കാത്ത മനസ്സിലായി തോന്നുന്നു. എന്തുവാ? തിരുവേദിയേ ഇങ്ങോട്ടൊന്ന് വന്നേ ഏതൊക്കെ 1-2 പേരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ആ വിളി കൂടെ കണ്ടപ്പോൾ ഞാൻ നിർത്തേണ്ട സമയമാണെന്ന് തോന്നുന്നു. ഒന്നാമത്തെ തീം, യോഹന്നാൻ്റെ പ്രധാനപ്പെട്ട തീം, സുവിശേഷമായാലും ലേഖനമായാലും, ദ ഫസ്റ്റ് തീം, ദ ഫോർമോസ്റ്റ് തീം ഈസ് ലവ്, സ്നേഹമാണ്. സ്നേഹം ഈസ് എ സെൻട്രൽ തീം ഓഫ് സെൻറ്റ് ജോൺസ് എപ്പിസൽസ്. സ്നേഹമാണ് പ്രധാനപ്പെട്ട തീമായിട്ടുള്ളത്. നമുക്കറിയാം ക്രൈസ്തവ സഭയിലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലെ ഒരാപ്തവാക്യമാണ് ഗോഡ് ഈസ് ലവ്. ബാക്കി എല്ലായിടത്തും ഗോഡ് ഹാസ് ലവ് ഒക്കെ പറയുന്നു.
ദൈവം സ്നേഹമുള്ളവനാണെന്നൊക്കെ പറയുന്നു ഇല്ലേ? പക്ഷെ ദൈവം തന്നെ സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ ഏക വ്യക്തിയാണ് ആര്? യോഹന്നാൻ. ഗോഡ് ഈസ് ലവ്. അത് വേറൊരു മതഗ്രന്ഥത്തിലും അങ്ങനെയില്ല. വേറെ മതഗ്രന്ഥങ്ങളിലൊക്കെ ഗോഡ് ഈസ് ഓബ്ജക്റ്റ് ഓഫ് ലവ്, ഗോഡ് ഹാസ് ലവ് എന്നൊക്കെ പറയുന്നു. ഹാസ് ലവും ഈസ് ലവും തമ്മിൽ വ്യത്യാസമില്ലേ? കോളേജ് പ്രൊഫസറും ലെക്ചറും ഒക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞാൽ അവരെന്നെ കയറി ചോദ്യം ചെയ്യും. പൊസഷൻ ഉള്ളത് തിരുമേനി ഹാസ് ഗോട്ട് ദിസ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? ആഫ്റ്റർ സൺറൈസ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ അവേ എന്നുള്ളതാണ്. പക്ഷേ തിരുമേനി ഈസ് ബുക്ക് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് ദെയർ ഓൾവേസ്. ഉണ്മയാണ് ദൈവത്തിൻ്റെ ഉണ്മ തന്നെ, ദ എസൻസ് തന്നെ, സത്ത തന്നെ എന്തുവാണ്? സ്നേഹമാണ്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹത്തിനപ്പുറത്തേക്ക് നിർവചിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ബാക്കി ഒരുപാട് തത്വങ്ങൾ ഉണ്ട്. നീതി ആണ്, സത്യമാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലേ. എന്നാൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലും ലേഖനത്തിലും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സ്നേഹം. അത് ലേഖനം വന്നപ്പോൾ വളരെ കൃത്യമായി ഗോഡ് ഹിംസെൽഫ് ഈസ് ലവ് എന്ന് കൃത്യമായി പറഞ്ഞു. ഗോഡ് ഈസ് ലവ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് അതിൽ തന്നെ, അതായത് സ്നേഹത്തെ എന്ന തീമിനകത്ത് പറയുന്നൊരു കാര്യം, ലവ് ഈസ് നോട്ട് ജസ്റ്റ് വേഴ്സ് ബട്ട് ആക്ഷൻസ് എന്നാണ്. സ്നേഹം വാക്കിൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? പ്രവൃത്തിയിൽ വേണം. തൻ്റെ സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറയും. യാക്കോബ് ശ്ലീഹ വേറൊരു കാര്യം പ്രവൃത്തിയായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് എന്തുവാ? അത് യാക്കോബ് ശ്ലീഹ ഇന്നത് പ്രവൃത്തിയിലൂടെ കാണിക്കുന്നത് ഡാഷ് നിങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തുവാണ് ഡാഷ്? വിശ്വാസം. യു ഹാവ് ടു ഷോ യുവർ ഫെയ്ത്ത് ത്രൂ യുവർ വർക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് യു ഹാവ് ടു ഷോ യുവർ ലവ് ത്രൂ യുവർ ആക്ഷൻസ്. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ ആക്ഷൻ കാണിക്കണം. ലെറ്റ് us love one another for love is from God. 1 യോഹന്നാൻ 4:7. 1 യോഹന്നാൻ 4-ലാണ് ദൈവ സ്നേഹമാകുന്നു പറയുന്നത്. 4:9-ലാണ്. 4:9-ലും പിന്നെ താഴോട്ട് വരുമ്പോൾ 4:16-ലും ഉണ്ട് ഗോഡ് ഈസ് ലവ്. വേദോസമൊക്കെ കയ്യിലുള്ളവർക്ക് തുറന്നു നോക്കാം. 9-16 രണ്ട് വാക്യങ്ങളിൽ ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നു. പക്ഷെ ആ ലവ് എന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കിലൂടെ പറയുന്നതല്ല എന്നും അത് പ്രവൃത്തിയിലൂടെ കാണുന്നതാകുന്നു എന്നുള്ളതാണ് വിഷയം. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട തീം, ഗോഡ് ഈസ് ലവ്. രണ്ടാമത്തെ തീം ട്രൂത്ത് ആൻഡ് റൈറ്റ് ബിലീഫ്. ട്രൂത്ത് ആൻഡ് റൈറ്റ് ബിലീഫ്. യോഹന്നാന്റെ പ്രധാനപ്പെട്ട ദൗത്യം യേശുക്രിസ്തുവിന്റെ ആളത്വത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറ്റേ 3 പേരും പറഞ്ഞ പോലെ ഒന്നും കഥകൾ പറയാതെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, പിന്നെ കുറച്ചുകൂടി താഴോട്ട് വന്നപ്പോഴത്തേക്ക് വചനം ജഡം ധരിച്ചു നമ്മുടെ ഇടയിൽ പാർത്തു. സോ ഹൂ ഈസ് ക്രൈസ്റ്റ്? ആരാണ് ക്രിസ്തു എന്ന ഒരു സത്യമുണ്ട്. ആ ഹൂ ഈസ് ക്രൈസ്റ്റ് എന്ന സത്യത്തെ വിശ്വസിക്കാൻ തക്കവണ്ണം വെളിപ്പെടുത്തി തന്ന ആളാണ് ആര്? യോഹന്നാൻ. ക്രൈസ്റ്റ് ഈസ് ദ ഇൻകാർണേറ്റഡ് വേർഡ് ഓഫ് ഗോഡ്. മനുഷ്യാവതാരം ചെയ്ത വചനമായ ദൈവമാണ് ക്രിസ്തു. മനുഷ്യാവതാരം ചെയ്ത വചനമായ ദൈവമാണ് ക്രിസ്തു. ദാറ്റ് ഈസ് എ റൈറ്റ് ബിലീഫ്. ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത വചനമാണ്. ദാറ്റ് ഈസ് എ ട്രൂത്ത്. അത് നാം ഏറ്റു പറയുമ്പോൾ ദാറ്റ് ഈസ് അവർ റൈറ്റ് ബിലീഫ്. ഇത് യോഹന്നാന്റെ പ്രധാനപ്പെട്ട ഒരു തീമാണ്. മൂന്നാമത്തെ തീം ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഇതിനെ ആരെങ്കിലും ഡിനി ചെയ്യുന്നെങ്കിലാണ് നമ്മളതിനെ എററെന്നും വേദവിരുദ്ധമൊക്കെ പറയുന്നത്. യേശു തമ്പുരാൻ ദൈവമാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു, അറിയോസ് പറഞ്ഞു ദൈവമല്ല പകുതിയാണെന്ന് പറഞ്ഞു, പകുതി ദൈവമാണെന്ന് പറഞ്ഞു. നമ്മളെന്ത് ചെയ്തു? അതിനെ വേദവിരുദ്ധമാക്കി മാറ്റിക്കളഞ്ഞു, ഇല്ലേ?
തൊട്ട് പിന്നാലെ യൗനാമേസ് പറഞ്ഞു കർത്താവ് പിതാവാൻ ദൈവം കഴിഞ്ഞ് ഒരു ഗ്രേഡ് താഴെ നിൽക്കുന്ന ആളാണ് പുത്രനാം ദൈവം, അതിനേക്കാൾ ഒരു ഗ്രേഡ് താഴെ നിൽക്കുന്ന ആളാണ് പരിശുദ്ധനായ ദൈവം എന്ന് പറഞ്ഞു. അത് യൗനാമേസ് പറഞ്ഞതാണ്. യൗനാമേസ് അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് നീ ശരിയല്ല, അത് ഹെർസിയാണ് എന്ന് പറഞ്ഞു. മാസിഡോണിയസ് പിന്നെ പുത്രനെ കുറിച്ചൊന്നും പറയുന്നില്ല. മക്കതോന്യസ് പറയുന്നത് പരിശുദ്ധ റുഹായെക്കുറിച്ചാണ്. അതുകൊണ്ട് അത് ഇവിടുത്തെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേ അപ്പോളിനാറിസ് ദൈവം പൂർണ്ണമായി മനുഷ്യനായി അവതരിച്ചില്ല. അതായത് മനുഷ്യനെ മുഴുവൻ സ്വീകരിച്ചില്ല. മനുഷ്യൻ്റെ ആത്മാവിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ശരീരം പിന്നെ വെജിറ്റേറ്റീവ് സോള എന്നൊക്കെ പറഞ്ഞ ആത്മാവിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ രണ്ട് ആത്മാവിനെ സ്വീകരിച്ചു, ഒരാത്മാവിനെ മാറ്റിവെച്ചു, റാഷണൽ സോളിനെ മാറ്റിവെച്ചിട്ട് പിന്നെ വചനം അതിൻ്റെ ഭാഗത്ത് കയറിയിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ മനുഷ്യത്വം പൂർണ്ണമാകുന്നില്ല, കർത്താവിൻ്റെ മനുഷ്യത്വം പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതും എടുത്ത് മാറ്റിക്കളഞ്ഞു. അങ്ങനെ സത്യമല്ലാത്തതായ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ സീരിയസ് എററായി കാണുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ കൃത്യമായി പറയുന്നുണ്ട്. സോ ദ ട്രൂത്ത്, പിന്നെ അദ്ദേഹം പറഞ്ഞ വളരെ ഒരു വ്യാഖ്യാനമാണ്, ദ ട്രൂത്ത് ആൻഡ് ലവ് മസ്റ്റ് ഗോ ടുഗദർ. സ്നേഹവും സത്യവും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് കർത്താവിൻ്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ കർത്താവ് ആരാണെന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ തീമായിട്ട് പറയുന്നത്. മൂന്നാമത്തെ തീം, നിങ്ങൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കിട്ടും കേട്ടോ. വീട്ടിൽ പോയിട്ട് ഈ വാക്യങ്ങൾ വായിക്കണം. ഇനി ഒരാഴ്ചത്തേക്ക് അടുത്ത ക്ലാസ് എന്നാച്ചാ അറമ്പാച്ച 8-ാം തീയതികളത്തെ ക്ലാസ്സിന് വരുന്നതിന് മുമ്പിട്ട് ഈ 7 അധ്യായങ്ങളൊന്ന് എന്ത് ചെയ്യണം, വായിച്ച് പൂർത്തീകരിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. മൂന്നാമത്തെ കാര്യം, ലൈറ്റ് വേഴ്സ് ഡാർക്ക്നെസ്. വെളിച്ചം അതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന അന്ധകാരം. നമ്മൾ ഇപ്പം എന്തോത്തിൻ്റെ പെരുന്നാളായിരുന്നു ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞത്, ഇന്ന് കഴിഞ്ഞല്ല, 25-ാം തീയതി. 25-ാം തീയതി എന്താ കഴിഞ്ഞത്? കർത്താവിൻ്റെ ജനപ്പെരുന്നാളിന് അപ്പുറം ഒരു പേരിട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയാം? ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്നാൽ നമ്മൾ അതുകൊണ്ടാണ് ഈ ക്രിസ്മസിൻ്റെ സ്റ്റാർ ഇടുന്നതും പിന്നെ ഈ ഡെക്കറേറ്റഡ് ബൾബ് ഇടുന്നതും ഒക്കെ ഈ ഒരു കാരണം കൊണ്ടാണ്, അല്ലാതെ ആഡംബരത്തിന് വേണ്ടിയല്ല. ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്, അത് പള്ളിയുടെ മുമ്പിൽ ഇത് ചെയ്യുന്നുണ്ടല്ലോ, തീജ്വാല ശുശ്രൂഷ, അതെല്ലാം ഇതിനകത്ത് കണക്റ്റഡാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യം നിങ്ങളോട് വായിക്കുമ്പോൾ ഈ കോൺട്രാസ്റ്റ് കാണാം, വെളിച്ചവും ഇരുളും തമ്മിലുള്ള കോൺട്രാസ്റ്റ്. ലൈറ്റ് വേഴ്സ് ഡാർക്ക്നെസ്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടും ഇല്ല. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടും ഇല്ല. പിന്നെ നമ്മൾ താഴോട്ട് മുഴുവൻ ഇരുട്ടിനെ കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റ് ജോണിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കോൺട്രാസ്റ്റ് ഉപയോഗിക്കും. അതായത് 2 ഓപ്പോസിറ്റ് പദങ്ങൾ ഉപയോഗിച്ചിട്ട് താരതമ്യം ചെയ്യും. അതിൽ മനോഹരമായ പദം ക്രിസ്തുവായും മറ്റേത് ഡാർക്ക്നെസ്സിൻ്റെ ഭാഗമാക്കി മാറ്റും. ലൈറ്റ് വേഴ്സ് ഡാർക്ക്നെസ്, ട്രൂത്ത് വേഴ്സ് ലൈസ്, അതായത് സത്യത്തിന് വിരുദ്ധമായ കള്ളം. അതുപോലെ തന്നെ ലവ് വേഴ്സ് ഹേറ്റഡ്, സ്നേഹം. പിന്നെ എന്തുവാ ഹേറ്റഡിൻ്റെ മലയാളം എന്തുവാ? എരിവിറ്റി, ശത്രുത. വെറുപ്പ്. ആ വാക്ക് ഇങ്ങനെ കോൺട്രാസ്റ്റ് ഉപയോഗിക്കും. അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ദിസ് കോൺട്രാസ്റ്റ് ഹെൽപ്പ് ദ ബിലീവേഴ്സ് ടു എക്സാമിൻ ദെയർ ലൈഫ്സ് ആൻഡ് ഫെയ്ത്ത് ഹോണസ്റ്റ്ലി. വിശ്വാസികൾക്ക് ഈ കോൺട്രാസ്റ്റ് വായിക്കുമ്പോൾ ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ എവിടെ നിൽക്കുന്നു? വെളുത്തെടുത്താണോ കറുത്തെടുത്താണോ? സത്യത്തിൻ്റെ കൂടെയാണോ കള്ളത്തിൻ്റെ കൂടെയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നാലാമത്തെ തീം, ഞാൻ ഇപ്പം 3 പറഞ്ഞേ? അല്ലേ?
നാലാമത്തത് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഉറപ്പ്. രക്ഷയുടെ ഉറപ്പ് അത് ഒന്നാമത്തെ അധ്യായത്തിൽ, ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ ഉണ്ടത്. രക്ഷയുടെ ഉറപ്പ്, രക്ഷയുടെ ഉറപ്പ്. നിത്യജീവൻ. രക്ഷ എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശിൽ പരമയാഗമായ ആ കാര്യം മാത്രമല്ല കേട്ടോ. കാൽവരി ക്രൂശിൽ പരമയാഗ കാര്യം മാത്രമാണോ? അല്ല, ഓഫ് കോഴ്സ് അതിനകത്തൊരു പൂർണ്ണതയുണ്ട്. എന്നാൽ ആ പൂർണ്ണത നമ്മിൽ വരണമെങ്കിൽ എന്ത് വേണം? കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു പരമയാഗമായി, അത് പൂർണ്ണമാണ്. പക്ഷെ ആ പൂർണ്ണത നമ്മിൽ പൂർണ്ണമാണെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പറ. അത് നിത്യജീവൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നാ? നമ്മളെന്ത് വേണം? നമ്മൾ ഈ അപ്പന്മാരും അമ്മമാരൊക്കെ പറയത്തില്ലേ, താൻ പാതി ദൈവം പാതി എന്ന് പറയത്തില്ലയോ? പറയത്തില്ലേ BSNലെ? താൻ പാതി ദൈവം പാതി, താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? നമ്മൾ പാതിയാന്നും ദൈവം പാതി എന്നുള്ള അർത്ഥമല്ല, ആണോ? അല്ല. മേളിൽ നിന്നുള്ളവൻ കൃത്യമായി പൂർണ്ണമായി തൻ്റെ റോള് പൂർത്തീകരിക്കുന്നു. പിന്നെ അത് ശരിയായി റിയലൈസ് ചെയ്യണമെങ്കിൽ താഴെ ഇരിക്കുന്നവർ അവരുടെ റോളും കൃത്യമായി പൂർത്തീകരിക്കണം. നിങ്ങൾ സത്യത്തിന് കൂടെ നടക്കണം, നിങ്ങൾ പ്രകാശിതരായിരിക്കണം, ഇല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ കോൺട്രാസ്റ്റ് കാണിക്കുന്നത് എന്താ? അവരെ തന്നെ നോക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തോടുള്ള അനുസരണത്തിലും സ്നേഹത്തിലും രക്ഷ പ്രാപ്യമാക്കണം. ദൈവത്തോടുള്ള അനുസരണത്തിലും സ്നേഹത്തിലും രക്ഷ പ്രാപ്യമാക്കണം. ഇതാണ് മെയിൻ തീംസ്, 4 മെയിൻ തീംസ്. ഞാൻ ഈ 4 ലേഖനങ്ങളിലെയും പൊതുവായിട്ടുള്ള 3 ലേഖനങ്ങളിലെയും പൊതുവായ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ലേഖനത്തിലോട്ടും ഡയറക്റ്റായിട്ട് ഇതുവരെ കയറിയില്ല. കയറാനുള്ള സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം വരുമ്പോൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നു. The first one is love. God is love, and you have to show your love through actions, not simply by words. രണ്ടാമത്തെ കാര്യം ട്രൂത്ത് ആൻഡ് റൈറ്റ് ബിലീഫ്. മൂന്നാമത്തത് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് കോൺട്രാസ്റ്റിംഗ്. നാലാമത്തത് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഉറപ്പ്. ഇനി നമ്മൾ പൊതുവായിട്ട് ഈ 3 ലേഖനങ്ങൾ നോക്കുമ്പോൾ ഒന്നാം ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു പ്രസംഗ മോഡലാണ്. സാധാരണ ഒരു എഴുത്ത് മോഡലല്ല. അദ്ദേഹത്തിന് ഞാൻ മുമ്പേ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ, അദ്ദേഹത്തിന് ഇച്ചിരി വിഷമമുണ്ടായൊരു സംഗതിയാണ് അകത്തെ കലഹങ്ങൾ, ആഭ്യന്തര കലഹങ്ങൾ. ഇപ്പം ഞാനും നിങ്ങളുടെയൊക്കെ പള്ളി വരുമ്പം പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുള്ളത് വല്ലതും ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മോന്തയ്ക്ക് ശ്രദ്ധിച്ചറിയാം, ഇല്ലയോ? അപ്പം വികാരി പറയും, എങ്ങനെയെങ്കിലും ഇതൊന്ന് പോയി കിട്ടണേ എന്നാണ് എനിക്കൊന്ന് ശ്വാസം വിടാനൊക്കത്തോളെന്നൊക്കെ പറഞ്ഞു തരുന്നില്ല എന്ന് പറഞ്ഞതാണ്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രസംഗ മോഡലാണ്. എവിടെയോ ആഭ്യന്തര വിഷയം ഉണ്ടായപ്പോൾ അവിടെ പോയി എന്ത് ചെയ്തു? പ്രസംഗിച്ചതാണ്. ആ പ്രസംഗ മോഡൽ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് 1 യോഹന്നാൻ്റെ ഒരു പ്രത്യേകത. അത് എഫേസുസിലെ സഭയ്ക്കാണ് എഴുതിയെങ്കിലും ഇതിൻ്റെ അഡ്രസ്സിങ് പോകുന്നത് ഹോൾ കമ്മ്യൂണിറ്റിക്കാണ്, ഹോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്കും അത് ബാധകമാകുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് ഇതിനെ പൊതുലേഖനം എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് ഫോക്കസ് പ്രാക്ടീസിങ് ഓഫ് ലവ് ഒന്നാമത്തെ ലേഖനത്തിലെ ഫോക്കസാണ്. സ്നേഹത്തിൻ്റെ പ്രാക്ടീസിങ്, അനുസരണം, ഒബീഡിയൻസ്. മൂന്നാമത്തത് സത്യവിശ്വാസം. സ്നേഹം ആചരിക്കുക, പിന്നെ അനുസരിക്കാൻ പഠിക്കുക, സത്യവിശ്വാസികളാവുക. അതാണ് ഫോക്കസായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഫോൾസ് ടീച്ചേഴ്സിനെ കോമ്പാറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഫോൾസ് ടീച്ചേഴ്സിനെ റോങ് ആയിട്ട് പഠിപ്പിക്കുന്നവരെ, തെറ്റായിട്ട് പഠിപ്പിക്കുന്നവരെ, അല്ലെങ്കിൽ വേദവിരീതികളെ പ്രതിരോധിക്കണം.
സഹവിശ്വാസികൾക്ക് കോൺഫിഡൻസ് കൊടുക്കണം. നമ്മുടെ നിയോഗങ്ങളെ കുറിച്ചായി പറയുന്നത്. നാം ഈ വേദപഠനം നടത്തുന്നത് അതിനു വേണ്ടിയില്ലേ? ഇല്ലേ? നമ്മുടെ നിയോഗങ്ങളാണ്. സഹവിശ്വാസികളെ അവർക്ക് അത്യാവശ്യം വേണ്ട കോൺഫിഡൻസ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വാസത്തിൽ ബലഹീനനാണെങ്കിൽ എന്ത് ചെയ്യണം? കൂടെയുള്ളവർ അദ്ദേഹത്തിന് കൃത്യമായ സ്നേഹം കൊടുത്ത് അദ്ദേഹത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫോക്കസായി കാണുന്നത്. രണ്ടാമത്തെ ലേഖനം പരിശോധിക്കുമ്പോൾ രണ്ടാമത്തെ ലേഖനത്തിൽ ഒരു നായിക സ്ത്രീലിംഗമാണ്. ഒരു നായികയ്ക്ക് ഒരു ലേഡിയാണ്. ഇലക്ട് ലേഡി ആൻഡ് ഹെർ ചിൽഡ്രൻ എന്നുള്ളതാണ്. നിങ്ങളതിൻ്റെ രണ്ടാമത്തെ ലേഖനം വായിക്കുമ്പോൾ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യ നായികമാർക്കും മക്കൾക്കും. കണ്ടായിരുന്നോ? കയ്യിൽ വേദസുള്ളവർ നോക്കിയാൽ അറിയാം. മക്കൾക്കും പിന്നെ മൂപ്പനായ ഞാൻ എഴുതുന്നത്. അത് മൂപ്പനായ ഞാൻ ആരാ? യോഹന്നാൻ. മൂപ്പനായ ഞാൻ എഴുതുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ സഭയല്ലായിരിക്കും. ഒരു ചെറിയ സഭ, ഒരു അധ്യായമല്ല ഉള്ളൂ, ഒരു ചെറിയ സഭയായിരിക്കാം എന്നാണ് എൻ്റെ ഒരു ചിന്ത. സഭയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നുള്ള ഒരു കമ്മ്യൂണിറ്റി. അതല്ലാതെ നമ്മുടെ സഭ എന്ന് പറയുമ്പോൾ മലങ്കര സഭ എന്നൊക്കെ പറയുന്നതല്ല. ചെറിയ കൂട്ടത്തിന് സഭയെന്ന് വിളിക്കാറുണ്ട്, ഇല്ലേ? പെന്തക്കോസ്തുകാരൊക്കെ ആ വാക്കാണ് ഈ അവരുടെ കൂട്ടായ്മയ്ക്ക് ഉപയോഗിക്കുന്നത്. സഭ കൂടിയെന്നാണ് അവർ പറയുന്നത്. നമ്മളാണ് പള്ളിയിൽ പോയെന്നൊക്കെ പറയുന്നത്, ഇല്ലേ? അപ്പം ചെറിയ സഭ, ചെറിയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. വാൺസ് എഗൻസ്റ്റ് വെൽക്കമിങ് ഫോൾസ് ടീച്ചേഴ്സ്. അതായത് ഈ ചെറിയ അദ്ദേഹം അറിഞ്ഞാണെന്ന് തോന്നുന്നു ഈ വേദവിദ്യയിലൊക്കെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കുന്നതാണ്. നമ്മളൊക്കെ ചിലപ്പോൾ പറയത്തില്ലേ, അവരെ വിളിക്കരുത് എന്നൊക്കെ പറയത്തില്ലേ? വേദവിദ്യയിലെ വിളിച്ച് ക്ലാസ് എടുക്കുന്നു. അത് ഒഴിവാക്കണം. അവർക്ക് ശക്തമായ താക്കീത് കൊടുക്കുകയാണ്. അതാണ് ഈ രണ്ടാമത്തെ ലേഖനത്തിൽ. മൂന്നാമത്തെ ലേഖനം ഒരു പേഴ്സണൽ ലെറ്ററാണ്, വ്യക്തിപരമായ ലെറ്ററാണ്. ഗായോസ് എന്ന് പറയുന്ന ആളിനുള്ളതാണ്. ഒരു വ്യക്തിക്ക് എഴുതിയ ലെറ്ററാണ്. പക്ഷെ അത് പൊതുവിൻ്റെ സ്വഭാവമാണ്. മൂന്നാമത്തെ ലേഖനം ഗായോസ് എന്ന ആളിനുള്ളതാണ്. നിങ്ങൾ ആ മൂന്നാമത്തെ ലേഖനം തുറന്നു നോക്കിയാൽ അവിടെ കിട്ടും. പ്രിയ ഗായോസിന് എഴുതുന്നത് കണ്ടോ? ഒന്നാമത്തെ വാക്യത്തിൽ മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. അപ്പോൾ ഗായോസിനുള്ളതാണ് മൂന്നാമത്തെ ലേഖനം. അത് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ ലേഖനത്തിലൂടെ പ്രൈസസ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, ആദിത്യ മര്യാദയെ പ്രൈസ് ചെയ്യുന്നുണ്ട്, ആദിത്യ മര്യാദയെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ആദിത്യ മര്യാദ ഉള്ളവരല്ലയോ? ഇല്ലേ? ആണോ അല്ലയോ? അതോ വീട്ടിൽ വന്നാൽ പറഞ്ഞ കഥ അടയ്ക്കുമോ? അതിനെ പ്രൈസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്, അഹങ്കാരത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രൈഡ്, അഹങ്കാരത്തെ ചോദ്യം ചെയ്യുന്നു. മൂന്നാമത്തെ ലേഖനത്തിലാണ്. ഒന്ന് പോസിറ്റീവാണ്, രണ്ടാമത്തത് നെഗറ്റീവാണ്. ഇനി ഈ യോഹന്നാൻ ലെറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പൊതുവായിട്ട് ചോദിക്കണമെങ്കിൽ ചോദിച്ചിട്ടൊക്കെ തരണം. ദി ഇമ്പോർട്ടൻസ് ഓഫ് യോഹന്നാൻ എപ്പിസോഡ്സ്. ഒന്ന്, ഇറ്റ് ടീച്ചസ് ദാറ്റ്, ഇത് പഠിപ്പിക്കുന്നത് വിശ്വാസവും സ്നേഹവും പരസ്പരം സെപ്പറേറ്റ് ചെയ്യാനൊക്കെയല്ല എന്നുള്ളതാണ്. സ്നേഹിക്കുന്നിടത്തേ എന്തുണ്ടാകത്തുള്ളൂ? സ്നേഹമുള്ളിടത്തേ എന്തുണ്ടാവുള്ളൂ? ഇപ്പം റബ്ബാച്ചനെ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്തുവാ? റബ്ബാച്ചനെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്നതിനർത്ഥം. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ അതിനർത്ഥം എന്തുവാ? നിങ്ങൾക്ക് എന്നെ സ്നേഹമില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫെയ്ത്ത് ആൻഡ് ലവ് കനോട്ട് ബി സെപ്പറേറ്റഡ്. രണ്ടാമത്തെ കാര്യം അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ട പാഠമായിട്ട് കാണുന്നത്. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ക്രിസ്ത്യൻസ് ടു ഡിസേൺ ട്രൂത്ത് ഫ്രം എറർ. ക്രിസ്ത്യാനികൾ
എന്താണ് സത്യം, എന്താണ് തെറ്റ് എന്ന് വിവേചിച്ചറിയാനായിട്ട് ഈ ലേഖനങ്ങൾ സഹായിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിവേകത്തിന് സഹായിക്കുന്നു അർത്ഥം. ജ്ഞാനം കിട്ടിയാൽ പോരാ, പിന്നെന്താ വേണം? ജ്ഞാനത്തിന് അപ്പുറമായി വിവേകം വേണമെന്നർത്ഥം. മൂന്നാമത്തെ മുമ്പേ പറഞ്ഞതാണ് എന്തുവാ? ദ ജെന്യുവിൻ ക്രിസ്ത്യൻ ലൈഫ് ഈസ് ടു ബി പ്രാക്ടീസ്ഡ്. അത് പ്രസംഗിക്കുന്നതല്ല, പിന്നെന്താണ്? പ്രസംഗിക്കാൻ എളുപ്പമാണ് അല്ലേ? ജെന്യുവിൻ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് സിംപ്ലി ഡെലിവറിങ് എ സെർമൺ. നല്ലപോലെ പ്രസംഗിക്കും. സിൽവയുടെ പ്രസംഗം ഞങ്ങൾ ഉറങ്ങിയെങ്കിൽ പോലും നല്ലതാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയും. എന്താ ഗുണം? ഒരു ഗുണവുമില്ല. പറഞ്ഞ ആളിനും ഗുണമില്ല, കേട്ടവർക്കും ഗുണമില്ല. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടീസ്ഡ്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പഠിക്കണം എന്നർത്ഥം. തൽക്കാലം ഇത്രയും പോരെ? ഞാൻ കുഴഞ്ഞ അതുകൊണ്ടാണ്. ഇനി എൻ്റെ കയ്യിൽ സാധനമുണ്ട്, പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും ആട്ടെ. ഓരോ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. പക്ഷെ അതിന് വേറൊരു അവസരമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇനി ഞാനങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, പഴയ ഊർജ്ജത്തിൽ അങ്ങോട്ട് വരുമോയെന്ന് എനിക്കൊരു തോന്നൽ വരുന്നില്ല. അതുകൊണ്ടാണ് നിർത്തട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടോ? ചോദിച്ചു. നമുക്ക് കോമൺ ഡിസ്കഷൻ വല്ല ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു. ആ ആ ആ ഇതൊരു വേദോസപ്രകാരമാണോ അതോ സഭാപിതാക്കന്മാർ പഠിപ്പിക്കലനുസരിച്ചാണോ ഞാൻ പറയേണ്ടത്? ഇതൊരു വൈഡർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ രക്ഷയുടെ പൂർണ്ണത ആയിട്ടില്ല. രക്ഷയുടെ പൂർണ്ണത ആകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ പൂർണ്ണരാകണം. നമ്മൾ പൂർണ്ണരായെന്ന് ബോധ്യം നമുക്കായോ? ഇപ്പം ഈ പെന്തക്കോസ്തുകാർ പറഞ്ഞൊരു വാക്കുണ്ട്, രക്ഷിക്കപ്പെട്ടു. ഇല്ലേ? നമ്മൾ ആ വാക്ക് അത് ഉപയോഗിക്കത്തില്ല. അവർ പറയുന്ന കാര്യമാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഉണ്ട്. അതിനർത്ഥം വേറെയാ. പെന്തക്കോസ്തുകാർ അർത്ഥമല്ലെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പറയുമ്പം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് തൊട്ട് കേട്ടുള്ള സെൻറ്റൻസുകളുടെ പ്രാർത്ഥനകളോട് വായിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണത വരുത്തുള്ളൂ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം യേശു തമ്പുരാൻ സർവ്വലോകത്തെയും എന്ത് ചെയ്തു? രക്ഷിച്ചു. അതിന് സംശയമൊന്നുമില്ല. ഒരിക്കൽ എന്നേക്കുമാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരം. യേശു തമ്പുരാൻ്റെ മനുഷ്യാവതാരം വൺസ് ഫോർ ഓൾ, ഒരിക്കൽ എന്നേക്കും എല്ലാവർക്കുമായി. ഇനി അത് ആവർത്തിക്കുകയല്ല എന്നുള്ളതാണ് അല്ലേ? പക്ഷേ ഇന്ന് ജീവിക്കുന്ന എനിക്ക് ആ രക്ഷ വേണമെന്നുണ്ടെങ്കിൽ കർത്താവ് 2000 വർഷം ചെയ്ത് എനിക്ക് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല. പറ്റുമോ? ഇല്ല. എന്ത് വേണം? ആ രക്ഷ പ്രാപ്യമാക്കുവാൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ കൃത്യമായി ചില കാര്യങ്ങൾ പാലിക്കണം. ചില ആളുകളുടെ മനസ്സിലൊക്കെ ഉണ്ട് ഈ ദൈവ സ്നേഹമാകുന്നു എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ദൈവ സ്നേഹമാകുന്നെന്ന് എഴുതിയത് കൊണ്ട് ഞാൻ എന്തെല്ലാം കുഴപ്പം കാണിച്ചാലും എന്ത് ചെയ്യും? അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ നീതീകരിക്കപ്പെടും എന്നൊരു ചിന്തയൊക്കെ ഉള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ചില പിതാക്കന്മാരും ഒക്കെ പഠിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അപകടമുണ്ട്. അങ്ങനെ പറഞ്ഞു. എന്താ അപകടം? അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു നടന്ന അപകടം എന്തുവാ? ഇവിടെ തിന്മ കൂടും. ഇവിടെ തിന്മയായിരിക്കും. പിന്നെ കാരണം എനിക്ക് ആത്യന്തികമായി രക്ഷ കിട്ടും. ദൈവസ്നേഹമാണ് എന്ന് പറയുന്നത് സ്നേഹിക്കുന്നത് നിങ്ങൾ കുഴപ്പം ചെയ്യുമോ? മറുവശമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അപ്പനും
നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് നിങ്ങളുടെ വിശ്വാസം, ഇല്ലേ? കുറഞ്ഞ പക്ഷം ഭൂമിയിൽ ജീവനോടിരിക്കുന്നത് നിങ്ങൾ കാണുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്ന അവരാണ്. വേറെ ആരും നിങ്ങളെ അത്ര സ്നേഹിക്കുമെന്ന് ഞാൻ കരുതില്ല. അപ്പോൾ അമ്മയുടെ മുമ്പിൽ നിങ്ങൾ കുഴപ്പം ചെയ്യുമോ? ഒളിച്ചും പാത്തൊക്കെ ചെയ്യായിരിക്കും, അല്ലേ? അമ്മയുടെ മുമ്പ് ചെയ്യത്തില്ല. അപ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുഴപ്പം ചെയ്യണമെന്നല്ല, പിന്നെയോ കുഴപ്പം ചെയ്യരുത് എന്നാണ്. അതാണ് എൻ്റെ അർത്ഥം. അതല്ലാതെ ദൈവസ്നേഹമാണ് എനിക്കെല്ലാം ശരിയായി കിട്ടും എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല ശരിയായ തിയോളജി. ദൈവ സ്നേഹമാണെന്ന് പറഞ്ഞാൽ അവൻ എന്നെ കാണുന്നുണ്ട്, ഞാൻ അവനെ കാണണം, അവൻ്റെ മുമ്പ് എല്ലായിടത്തും അവനുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ്റെ മുമ്പ് ഞാനൊരു തെറ്റും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഉറപ്പിച്ച് മുന്നോട്ട് പോകാണെന്നത് നിങ്ങളുടെ രക്ഷപ്രാപ്യമായി. പക്ഷെ അത് ഉറപ്പിച്ചോ? അവിടെയാണ് നമ്മുടെ ചോദ്യം കിടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്ട്രൈവ് ചെയ്യണം, നമ്മൾ ജീവിക്കണം, നല്ലപോലെ ജീവിക്കണം. ഇന്നോ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കർത്താവ് വിളിക്കും, അതുറപ്പാണ്. മരണം ഉണ്ടാകും, അല്ലേ? അപ്പം നമ്മൾ ഈ കാൽവരി ക്രൂശിലെ കർത്താവിൻ്റെ കുരിശ് അല്ലാത്ത അപ്പുറത്തും 2 കുരിശില്ലേ? കള്ളന്മാരുടെ കുരിശ്. ഒരു കള്ളൻ കുരിശെ കയറിയിട്ട് പോലും ഇത് ചെയ്തില്ല, അനുഭവിച്ചില്ല. മറ്റേ കള്ളൻ അതുവരെ അനുഭവിച്ചില്ലായിരുന്നു, പക്ഷെ കുരിശെ കയറിയപ്പം അനുഭവിച്ചു. അവന് രക്ഷ കിട്ടുകയും ചെയ്തു. നീ എന്നോടെ പർദീസയിലിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അതൊരു ചോയ്സ് ആക്കാൻ ഒക്കുമോ നമുക്ക്? അവന് ഒരു അനുഭവിക്കാനൊരു അവസരം കുറച്ച് സമയം കിട്ടി, ഇല്ലേ? അവനത് കിട്ടിയത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. പക്ഷേ നമുക്ക് എത്ര പേർക്ക് അത് കിട്ടും? നമ്മൾ ഈ പട്ടാങ്കോട്ട ദൈവം തമ്പുരാനുള്ള പ്രാർത്ഥനയില്ലേ, അതൊക്കെ ചൊല്ലാറുണ്ടോ? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് പെട്ടെന്നുള്ള മരണത്തില്ലെന്ന്, അല്ലേ? എന്തിനാ അത് പറയുന്നത്? പെട്ടെന്ന് മരിക്കുന്നത് കുഴപ്പമായിട്ടാണോ? അല്ല, പെട്ടെന്ന് മരിക്കുന്നത് കുഴപ്പമായിട്ടല്ല. പിന്നെന്തുകൊണ്ടാണ്? ഒന്ന് അനുദമിക്കാനൊരു അല്പസമയം തരണേ എന്നുള്ളതാണ് അതിന് പിന്നിൽ. എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം വിശുദ്ധനാകാനൊരു ശ്രമം എൻ്റെ ഭാഗത്തു കൂടി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഒരാഴ്ചയെങ്കിലും കട്ടിലൊന്ന് കടന്ന് ശുശ്രൂഷയൊക്കെ സ്വീകരിച്ച് പോകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം പെട്ടെന്ന് പോയാൽ എന്താ സംഭവിക്കും? ദൈവം സ്വീകരിക്കും, അത് വേറെ കാര്യം. ദൈവമൊക്കെ സ്വീകരിക്കും. നമുക്ക് അതിനകത്ത് തടസ്സം ദൈവം മേളിലിരിക്കുന്നതാണല്ലോ നിശ്ചയിക്കുന്നത്, സ്വീകരിക്കും, അതൊക്കെ സ്വീകരിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ ഒരു ആശങ്ക, ഒന്ന് അനുദമിക്കാനൊരു സമയം കിട്ടിയോ? പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് രക്ഷയുടെ പൂർണ്ണത എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ അങ്ങ് അവസാനിച്ച് നിർത്തുന്നില്ല. കർത്താവ് ഒരുക്കിയ രക്ഷ പൂർണ്ണമാണ്. എന്നാൽ ആ രക്ഷയുടെ പൂർണ്ണത എന്ന് പറയുന്നത് അത് വി വിൽ സീ ദെയർ. ഈ വേദപുസ്തകം കൂടെ നോക്കുമ്പോൾ യോഹന്നാൻ മാത്രമല്ലല്ലോ, ന്യായവിധിയെക്കുറിച്ച് വേദപുസ്തകമില്ലേ? ഇല്ലേ? കുറച്ചിനെ ഇടത്ത് നിർത്തുന്നു, കുറച്ച് വലത്തു നിന്നൊക്കെ പറഞ്ഞ കഥകളില്ലേ? അപ്പോൾ അതെല്ലാം കൂടെ വെച്ചാണ് കൃത്യമായി നാം ഇതിനെക്കുറിച്ചൊക്കെ മറുപടി നൽകുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഏകദേശം പിഴീട്ട് കാണുമെന്ന് വിചാരിക്കും. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇനി ഒന്ന് വിട്ടാൽ മതി, ഇല്ലേ? നിർത്തി. ഇനി എന്തോ ഉള്ള പരിപാടി? കൈമുത്തണ്ടേ? അടുത്ത ആഴ്ച